അടിപൊളി അടിപൊളി സിനിമ. നല്ല എൻഗേജിങ് ആയിട്ടിരിക്കും. അത്യാവശ്യം കോമഡി എല്ലാം ഉണ്ട്. നന്നായിട്ട് ഉള്ള സിനിമ. നല്ല കോമഡിയാണ്. ഇഷ്ടപ്പെട്ടോ? ഡയറക്ടർമാരുടെ ഒക്കെ ഒരു കോമഡി ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. കൊള്ളാം. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതാണ് പറയാനുള്ളത്. ഫൺ മൂവി തന്നെയാണ്. നമ്മൾ കേറിയ അതുപോലെ തന്നെയാണ് തിരിച്ചു ഇറങ്ങിയിരിക്കുന്നത്. എല്ലാരും ഹാപ്പിയാണ്. അതൊക്കെ തന്നെയാ പറയാനുള്ളത്. ഫുൾ കോമഡിയാണ് എന്ന് ചോദിച്ചാൽ കോമഡിയാണ്. അത്രേ ഉള്ളൂ. എല്ലാരും തിയേറ്ററിൽ തന്നെ പോവാ. നല്ല കോമഡി ഉണ്ട്, കാര്യമുണ്ട്. എല്ലാവരും കാണണം. ഞങ്ങൾ കണ്ടു. ഉഷാറാണ്. ഒരു ഫ്രണ്ട്സ് ടീമിന്റെ പരിപാടിയാണ്. എല്ലാ ഫ്രണ്ട്സുകളായിട്ട് നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ അഖിലേട്ടൻ്റെ ഞാൻ അഖിലേട്ടൻ നമ്മുടെ ഫ്രണ്ടാണല്ലോ. അങ്ങനെ ഈ പടത്തിലേക്ക് നമ്മൾ വന്ന് ഞാൻ ലൊക്കേഷനിലേക്ക് പോയിരുന്നു. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ പടമാണ്. അപ്പോൾ അത് വിജയിക്കേണ്ട ആവശ്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗംഭീരം. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടോ. എല്ലാവരും നന്നായിട്ട് ചെയ്തു. അടിപൊളി. കോമഡിയാണ്. ഫാമിലി സബ്ജക്റ്റ് ആണ്. മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ എങ്ങനെ കോമഡി വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു സബ്ജക്റ്റ് അതാണ് നല്ല അനുഭവമായിരുന്നു. നമ്മളെ കൂടെ ഭാഗമായ ഒരു സിനിമയുണ്ട്. നമ്മള് സിനിമയെ കുറിച്ച് പറയാതെ പ്രേക്ഷകർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കയ്യടികൾ ഉണ്ടാവുന്നുണ്ട്, ചിരികൾ ഉണ്ടാവുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു രസകരമായിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ. പ്രത്യേകിച്ച് ഫാമിലിക്കൊക്കെ പിള്ളേർക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് സിനിമ വർക്കാവുന്നത്. എനിക്കും ഇഷ്ടപ്പെട്ടു. ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. അതെ, അത് കാസ്റ്റ് ചെയ്തതിലൊക്കെ വിനോദിനോടും എന്റെ ക്രൂവിനോടൊക്കെ വളരെ നന്ദിയുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ തന്നതിൽ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ അടിപൊളിയായോ? വിളിച്ചടിക്ക്. ഓക്കെ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇനിഷ്യൽ സ്റ്റേജ് മുതലായിട്ട് ബന്ധപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യം വായിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. നല്ല കോമഡി, ലൈറ്റ് ഹാർട്ട് എന്റർടൈനർ ആണ്. എല്ലാ തരം ആൾക്കാർക്കും വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഒട്ടും ഹെവി ഒന്നുമല്ല. മറ്റേ ടെൻഷൻ അടിച്ചിരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മ്യൂസിക്കൽ പാർട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. സോ എന്തായാലും ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഭയങ്കര ഒരു മാസ് സാധനമൊക്കെ കാണാനുള്ളൊരു. ഇത്രയും നാൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കാണ്. പക്ഷെ വിഷ്വലി ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് വന്നപ്പോൾ മ്യൂസിക്കും അതിന്റെ ബാക്കി എല്ലാ ടെക്നിക്കൽ സാധനങ്ങളും വന്നപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഫൺ വാച്ചിങ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ്. ഹോപ്പ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഐ തിങ്ക് എല്ലാ ഓഡിയൻസിനെയും കാണാൻ പറ്റുന്ന, ഫാമിലി ആയാലും എല്ലാ ഓഡിയൻസിനെയും കാണാൻ പറ്റുന്ന ഒരു ഫൺ മൂവിയാണ്. ഐ തിങ്ക് എല്ലാവരും എൻജോയ് ചെയ്യും. ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, എൻജോയ് ചെയ്യണം.